பேச்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. സോ എങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം അല്ലേ? എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ഞാൻ എന്ത് തീരുമാനിക്കാനാ? സമ്മതിച്ചു അവന്റെ കോൺട്രാക്റ്റിന്. ശരിക്കും നീ അതിന് സമ്മതിച്ചോ? ആ, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. നീ ഇത് വീട്ടില് പറഞ്ഞോ? ആ, വീട്ടില് ഞാൻ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ കോൺട്രാക്ട് മാരേജിനെ പറ്റിയല്ല. ഞങ്ങൾ റിയൽ ആയിട്ട് മാരേജ് ചെയ്യുന്ന പോലെ തന്നെയാ പപ്പയോടും അമ്മയോടും പറഞ്ഞേ. ആ, അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞേ? അത് വേറൊന്നുമല്ല, ഞാനിതിനു മുന്നേ അങ്ങനെ ഒരു സൂചന കൊടുത്തപ്പോ എൻ്റെ അമ്മക്ക് അതിനോട് വല്ല താല്പര്യമില്ലാത്ത പോലെ. സോ വെറുതെ ഞാനായിട്ട് ഇനി അത് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. എല്ലാം കഴിഞ്ഞിട്ട് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചു. അതേതായാലും നന്നായി. അല്ലടി, നിന്റെ അമ്മ പറഞ്ഞ പോലെ നിനക്കിത് ഫേക്ക് ആക്കാതെ റിയൽ ആക്കിക്കൂടെ? നീ ഒന്ന് പോകുന്നുണ്ടോ റോസ്? നീയും തുടങ്ങിയോ? അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ അമ്മ പറഞ്ഞതിലും കാര്യമില്ലേന്ന് ചിന്തിച്ചതുകൊണ്ട് പറഞ്ഞതാ. എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഒരു കഷ്ടകാലം നോക്കണേ. എങ്ങനെയാണോ ആ റോസ്കൽ ഇത് അറിഞ്ഞ്? അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ വിചാരിച്ച പോലെ സ്മൂത്ത് ആയിട്ട് നടന്നിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എടി അഞ്ജു, ഞാനൊരു കാര്യം പറഞ്ഞ നീ ചീത്ത വിളിക്കില്ലല്ലോ? എന്താ? അത് പിന്നെ അവനോട് നിനക്ക് പ്രഗ്നന്റ് ആയ കാര്യം പറഞ്ഞത് ഞാനാ. വാട്ട്? നീയോ? അതെടി, അന്ന് നീ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായി. അപ്പോ നീ ആ കുഞ്ഞിനെ കീപ്പ് ചെയ്യാൻ കൂടി തീരുമാനിച്ചു എന്ന് കേട്ടപ്പോ എനിക്ക് തോന്നി അവൻ അറിയുന്നതാ നല്ലതെന്ന്. അതുകൊണ്ട് ഞാൻ അന്ന് അവനോട് പറഞ്ഞു. മാത്രമല്ല, നിന്റെ ഫോൺ നമ്പറും ഞാൻ കൊടുത്തു. എടി ദുഷ്ടേ, നീ ആയിരുന്നോ? നിനക്ക് എങ്ങനെ തോന്നിയടി? ഷിറ്റ്, അതുകൊണ്ടല്ലേ ഞാനിപ്പോ കിടന്ന് അനുഭവിക്കുന്നേ. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എത്ര ഹാപ്പി ആയിട്ട് എന്റെ ലൈഫ് പോയിരുന്നു. നീയാ എന്റെ ലൈഫ് ഇപ്പൊ സ്പോയിൽ ചെയ്തേ, ദുഷ്ട. അഞ്ചു, അങ്ങനെ പറയലടി. നീ ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കീപ്പ് ചെയ്യുന്നത് ആലോചിച്ചപ്പോ അവനങ്ങനെ സുഖിക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പറഞ്ഞേ. ഇതിപ്പോ എനിക്കാണല്ലോ സുഖക്കേടുണ്ടാക്കി തന്നെ നീ. സോറി അഞ്ജു, നീ ഇനി ഒന്നും പറയണ്ട പ്ലീസ് പ്ലീസ്. ഹലോ, എന്താണ് രണ്ടും കൂടെ ഡ്യൂട്ടി ടൈമിൽ ഇവിടെ സംസാരിച്ചിരിക്കുന്നേ? പ്രീതി, വാട്ട് എ സർപ്രൈസ്. നീയോ? നീ എന്താ വരുന്നൊന്നും പറയാനേ? ഓ, ഞാൻ വരുന്നതും പോകുന്നതും പറയാത്തതാണല്ലോ ഇവിടെ വിഷയം. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നും ഇവിടെ വിഷയമല്ല. നീ എന്താ പ്രീതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്കിതെന്ത് പറ്റി? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? നീ പറ. എന്താടി നിനക്ക് പറ്റിയേ? നീ ഒരുപാട് മാറിയ പോലെ. ഞാനാണോ മാറിയ, നീയാണോ? എന്താ? നീ എന്തുണ്ടെങ്കിലും ഒന്ന് പറ. ഞാനായിട്ടൊന്നും പറയില്ല. നീ എന്നോടൊന്നും പറയാറില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ പറയുന്നേ? സ്റ്റോപ്പ് ഇറ്റ് പ്രീതി. വാട്ട്സ് യുവർ പ്രോബ്ലം? എനിക്കൊരു പ്രശ്നവുമില്ല. നീ നിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ടോ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ഓ, അപ്പൊ നീ അറിഞ്ഞോ? അറിഞ്ഞു. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിയൂ. നീ എന്താ വിചാരിച്ചേ? പ്രീതി പ്ലീസ്, നമുക്ക് സംസാരിക്കാം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട പ്ലീസ് പ്രീതി. എന്റെ സിറ്റുവേഷൻ അതായിരുന്നു. മാത്രല്ല, നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ ഔട്ട് ഓഫ് കവറേജാ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ നാട്ടിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചു. ഓ, അങ്ങനെ പറഞ്ഞ തീർന്നല്ലോ അല്ലേ? ഞാനിപ്പോ നാട്ടിലെത്തിയിട്ട് 2 ദിവസമായി. എന്താ നീ അത് അറിഞ്ഞില്ലേ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല പ്രീതി. ഞാൻ ഓരോ ടെൻഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാ. അല്ല, നീ ഇതെങ്ങനെയാ അറിഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. എങ്ങനെയാണെന്ന് പറ.
ആകാശേട്ടൻ പറഞ്ഞു. ആകാശേട്ടൻ എങ്ങനെ അറിഞ്ഞു? ആകാശേട്ടൻ എങ്ങനെ അറിയാതിരിക്ക? കണ്ണൻ പറഞ്ഞു. ഓ, അവൻ അവിടെയും പറഞ്ഞു. അവനെല്ലാം ആകാശേട്ടനോട് പറയാറുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോ ആകാശേട്ടൻ നിന്നോട് പറഞ്ഞു അല്ലേ? എന്താടി സത്യത്തിൽ സംഭവിച്ചേ? കറക്റ്റ് ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ പറഞ്ഞു. ആകാശേട്ടനാകെ ഷോക്ക. അതിപ്പോ പറയാം. അന്ന് നിങ്ങളുടെ റിസപ്ഷന്റെ അന്നാ എല്ലാം സംഭവിച്ചെ. എന്തൊക്കെയാ കണ്ട ഹരി ഞങ്ങളോട് വന്ന് പറഞ്ഞേ? ഉള്ളതാണോ അതൊക്കെ? ആ ചെറിയച്ഛൻ എന്താ പറഞ്ഞ അച്ഛമ്മേ? നിനക്കറിയില്ലേ അവൻ എന്താ പറഞ്ഞതെന്ന്? ആ ആ അറിയാം. ചെറിയച്ഛൻ പറഞ്ഞതൊക്കെ നേരാ. അപ്പോ നിനക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്, അവളെ നിനക്കിപ്പോ കല്യാണം കഴിക്കണം, ഞങ്ങളത് നടത്തി തരണം അല്ലേ? ആ അത് അച്ഛമ്മ, എനിക്ക് അവളെ ഇഷ്ടാ. ആ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അമ്മയും ഏട്ടനും കേട്ടല്ലോ, ഇപ്പൊ സമാധാനായോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവൻ ഇങ്ങനെ വിട്ട ഓരോ ഗുരുത്തക്കേടൊപ്പിച്ച് വരുമെന്ന്. ഇപ്പൊ എന്തായി? എന്റെ പൊന്നു ലക്ഷ്മി, നീ ഒന്നും മിണ്ടാതിരിക്കോ? അവൻ എന്ത് കുരുത്തക്കേടൊപ്പിച്ചെന്നാ നീ പറയുന്നേ? സ്നേഹിക്കുന്നത് കുരുത്തക്കേടാണോ? ആരോടാ ഞാൻ ഈ പറയുന്നേ? നിങ്ങളല്ലെങ്കിലും ഇങ്ങനെയല്ലേ പറയൂ. ആരാ ഏതാ എന്തെന്ന് അറിയാത്തൊരു പെണ്ണിനെ അവൻ സ്നേഹിച്ചെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാണോ വേണ്ടത്? പിന്നെ ഞാൻ എന്താ വേണ്ടത്? നീ പറ. മോനെ മഹി, നിർത്ത്. പിന്നെ ലക്ഷ്മി, ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ആദ്യം കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലാക്കട്ടെ, എന്നിട്ടാവാ. എല്ലാം അമ്മ പറയുന്ന പോലെ. കണ്ണ, നിനക്കൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് കരുതി ഞങ്ങൾ ആരും കണ്ണടച്ചത് നടത്തി തരില്ല. അതിനു മുന്നേ എല്ലാം അറിയണം. നാട്ടു നടപ്പനുസരിച്ച് മാത്രമേ കല്യാണം നടത്തി തരത്തുള്ളൂ. പറ, നിങ്ങൾ എങ്ങനെയാ പരിചയം? ആ കുട്ടിയുടെ വീട് എവിടാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാ കാര്യങ്ങളും പറയും. അച്ഛമ്മ, അവളുടെ പേര് അഞ്ജലി എന്നാ. നമ്മുടെ ആകാശേട്ടന്റെ ഓഫീസിലാ വർക്ക് ചെയ്യുന്നേ. ആകാശോ? അതേത് ആകാശ? ലക്ഷ്മിയുടെ ചേട്ടന്റെ മോനാണോ? ആ അതെ, അമ്മാവന്റെ മോനാ. അച്ഛമ്മക്ക് അറിയാലോ. പിന്നെ അങ്ങനെയാ ഞാൻ അവളെ പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാവുന്നതൊക്കെ. ഇപ്പം ഏകദേശം 1 വർഷമായി. ഞാൻ ആരോടും പറയാതിരുന്നതാ. അവളുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉള്ളത്. അച്ഛൻ ബിസിനസ്സിലാ, അമ്മ റൈറ്ററാ. പിന്നെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ എനിക്കറിയില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അവരൊക്കെ ഇവിടെ എറണാകുളത്താണ് സെറ്റിലായിട്ടുള്ളത്. നിനക്ക് ഇപ്പൊ തന്നെ അവളെ കല്യാണം കഴിക്കണം എന്നെന്താ ഇത്ര നിർബന്ധം? അത് പിന്നെ അച്ഛമ്മേ, അവളുടെ വീട്ടില് കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ജാതകം നോക്കിയപ്പോൾ ഇപ്പം കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് കല്യാണം നടക്കുള്ളൂ എന്നാ പറഞ്ഞ്. അപ്പോൾ പിന്നെ അവള് വീട്ടില് എൻ്റെ കാര്യം പറഞ്ഞു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളോടൊക്കെ പറഞ്ഞ് ഇത് പ്രൊസീഡ് ചെയ്യാന്ന് വിചാരിച്ചു. എടാ കള്ളക്കണ്ണാ, എത്ര പെട്ടെന്നാ അവൻ ഈ കള്ളം പറഞ്ഞ്. ഓ, സമ്മതിക്കണം, അതും വിശ്വസിക്കുന്ന കള്ളം. അത് ശരി, അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്. എന്തായാലും നീ അവളോടും അവളുടെ അച്ഛനോടും അമ്മയോടൊക്കെ ഒന്ന് വരാൻ പറ. നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം. എന്ത് പറയുന്നു മഹി? ആമാ, ഞാനിപ്പോ അങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു. മോനെ, നീ അവരോടൊക്കെ ഒന്ന് വരാൻ പറ. നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാം. എന്താ അമ്മത്? നിങ്ങളൊക്കെ അവന്റെ ഈ കുട്ടികളിക്ക് കൂട്ടി നിൽക്കുകയാണോ? അല്ല ലക്ഷ്മി, ഒരിക്കലും അല്ല. നമ്മുടെ കുഞ്ഞ് അവന് ഒരു കൊച്ചിനെ ഇഷ്ടമാണെന്ന് അന്തസ്സായിട്ട് വന്ന് പറഞ്ഞു. അപ്പോ ഇനിയെല്ലാം നോക്കിയും കണ്ടു ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? അവൻ സ്നേഹിക്കുന്ന കുട്ടിയെന്ന് കരുതി പിരിയിക്കാനല്ലല്ലോ നോക്കേണ്ടത്. നല്ലതാണെങ്കിൽ നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. എന്നാലും ഒരെന്നാലുമില്ല മോളെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ കുഞ്ഞിനൊരു കൊച്ചിനെ ഇഷ്ടമായി നടത്തി തരാൻ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാ കേൾക്കുന്നതാ? കല്യാണത്തലേന്ന് പെൺകുട്ടിനെ കൊണ്ട് ഒളിച്ചോടുക, അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ഗർഭിണിയാവുക, എത്ര കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നേ. അതുപോലെ ഒന്നുമില്ലല്ലോ. നീ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ പേടിച്ചിട്ടുണ്ടായിരുന്നത്? അവന്റെ പ്രായം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കണ്ണനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാലോ, അല്ലേടാ? അതെ അതെ. എന്നാ പിന്നെ നീ ഇപ്പൊ തന്നെ വിളിച്ച് അവരോട് വരാൻ പറ കണ്ണ. അവരുടെ തറവാടും കുടുംബമൊക്കെ നമുക്ക് അറിയണ്ടേ?
മോളുടെ അച്ഛനോടും അമ്മയോടും വരാൻ പറട്ടോ. ആ അതിപ്പോ തന്നെ വരാൻ പറയണോ? 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞാ പോരെ? അതെന്താ അവരോട് ഇപ്പൊ തന്നെ വരാൻ പറഞ്ഞ അവര് വരില്ലേ? അങ്ങനല്ല, നിങ്ങളെല്ലാരും എന്ന് വന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഒന്ന് റിലാക്സ് ആയി ഫ്രീ ആയിട്ടൊക്കെ വിളിച്ചാ പോരേന്ന് കരുതിയിട്ടാ. ഓ അതൊന്നും സാരല്ല കണ്ണ, നീ അവരോട് വരാൻ പറ. പിന്നെ ഹരി പറഞ്ഞല്ലോ ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് നീ പറഞ്ഞൂന്ന്. അങ്ങനെയാണെങ്കിൽ എന്തിനാ വെറുതെ സമയം കളയും? എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് തീരുമാനിക്കണ്ടേ? അതുകൊണ്ട് നീ അവരോട് വരാൻ പറ. ആ ഓക്കെ, എന്നാ ഞാൻ അവരൊന്ന് വിളിക്കട്ടെ. ചെറിയച്ച ഒന്ന് വരുമോ? ചെറിയച്ച എന്താ ചെയ്യാ, അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ അത് അബദ്ധാവും. എൻ്റെ എല്ലാ കള്ളത്തരവും പൊളിയും. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ഇവർ മനസ്സിലാക്കും. നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട കണ്ണാ. അവരോട് കാര്യം പറഞ്ഞാൽ പോരെ നീ ഇങ്ങനെയാ അവിടെ പറഞ്ഞിട്ടുള്ളതെന്ന്. എനിക്ക് തോന്നില്ല അതൊക്കെ സെറ്റാവുന്നു. പ്രത്യേകിച്ച് അവൾ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാ. എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതം. അതാ നീ എന്തായാലും അവളോടൊന്ന് കാര്യം പറയും, എന്നിട്ട് വരാൻ പറ. പറയാം അല്ലേ? ആടാ, നീ ഒന്ന് പറയും. കൂളാവ്, ടെൻഷൻ ആവണ്ട. അന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞൊരു തീരുമാനത്തിലെത്താനായിരുന്നു അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയെ. പക്ഷെ എടുത്തു ചാടി അവൻ എൻ്റെ കഴുത്തിൽ താലയെട്ടി. സത്യം പറഞ്ഞ എൻ്റെ സംസാരത്തില് പ്രൊവോക്കായതാണ് അവൻ. ദേഷ്യം നിയന്ത്രിക്കാതെ വന്നപ്പോൾ പറ്റിയൊരബദ്ധം. പിന്നീട് കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. അവൻ്റെ മനസ്സിലിങ്ങനെ കോൺട്രാക്ട് മാരേജ് ആണ് പ്ലാനെന്നും 1 വർഷം കഴിഞ്ഞ ലീഗലി നമ്മൾ മ്യൂച്വൽ ഡിവോഴ്സായി പോകുന്നൊക്കെ പറഞ്ഞു. ആലോചിച്ചപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നി. ഞാൻ ഓക്കെയും പറഞ്ഞു. വാട്ട്? അന്നവൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയോ? നീ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ അഞ്ജു. എടി സത്യം പറഞ്ഞ എന്താരോട് എങ്ങനെ പറയണമെന്ന് എനിക്കിപ്പോ ഒരു പിടുത്തമില്ല. സത്യമായിട്ട് വിട്ടുപോയതാ. ഞാൻ ആകെ ഷോക്ക്ഡായി. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞ ആ ഷോക്കൊന്നും മാറിയിട്ടില്ല. എന്നിട്ട് ആ താലി എവിടെ? നീ ഊരി മാറ്റിയോ? ആ അത് ഞാനപ്പത്തിന് ഊരി മാറ്റി. കള്ളം, പച്ചക്കള്ളം. നീ ഇപ്പോ കള്ളാന്ന് പറയുന്നേ എനിക്കും നല്ല പോലെ അറിയാൻ അഞ്ജു. നീ അത് ഊരി മാറ്റിയിട്ടില്ല. അത് നിന്റെ മുഖം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. നോ, ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയുന്നേ? ഞാൻ അന്ന് രാത്രി തന്നെ അത് ഊരി മാറ്റിയിരുന്നു. ആണോ? അങ്ങനെയെങ്കിൽ ഞാൻ നോക്കട്ടെ. നോ. അവനാണല്ലോ. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നേ? ആ എടുത്തു നോക്കാം. ഹലോ അഞ്ജലി, ഞാനാ. ആ മനസ്സിലായി. എന്തിനാ വിളിച്ചേ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ തനിക്ക് പറയാനുള്ളേ? അത് പിന്നെ എന്താ കാര്യം പറ, ഞാൻ ഓഫീസിലാ. അത് തനിക്കും അച്ഛനും അമ്മക്കും ഒന്ന് എൻ്റെ വീട്ടിലോട്ട് വരാൻ പറ്റുമോ? വാട്ട്? നോ, എനിക്കൊന്നും വരാൻ പറ്റില്ല. ഇവിടെ എൻ്റെ പാരൻസൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്. അവർക്ക് നല്ലപോലെ ഗംഭീരമായിട്ട് കല്യാണം നടത്താനാ താല്പര്യം. അപ്പൊ നിന്റെ വീട്ടുകാരെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. പറ്റില്ല. എന്തിനാ ഇപ്പൊ അതിന്റെയൊക്കെ ആവശ്യം? പ്ലീസ് അഞ്ജലി, പ്ലീസ് എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. ഞാൻ തന്റെ കാല് പിടിക്കാം. ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല. തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ സമ്മതിച്ചത് കോൺട്രാക്ട് മാരേജിനാണ്, അല്ലാതെ നാടൊട്ടാകെ കൊട്ടിഘോഷിച്ച് കല്യാണം നടത്താനല്ല. അതാദ്യം മനസ്സിലാക്ക്. അഞ്ജലി പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്യല്ലോ. അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതാ. പിന്നെ എനിക്ക് ഒളിച്ചും പാത്തും രജിസ്റ്റർ മാരേജ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്റെ വീട്ടുകാരെ പറ്റി തനിക്ക് അറിയാത്തോണ്ടാ. എനിക്ക് നല്ല പോലെ അറിയാം. പ്രത്യേകിച്ച് അവര് കുറച്ച് ഓൾഡ് ചിന്താഗതിയൊക്കെയുള്ള ആളുകളാ. അപ്പൊ അതിനനുസരിച്ച് നിന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് താൻ തന്റെ അച്ഛനെയും അമ്മനെയും കൂട്ടി വാ പ്ലീസ്. താനിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ കണ്ണിലേത് വെറും ഡ്രാമയാണ്, ഒരു ഫേക്ക് മാരേജ്. അതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. താൻ തന്നെ തന്റെ ഫാമിലിയെ ഡീൽ ചെയ്തോ. ഞാനൊന്നും എന്റെ വീട്ടുകാരോട് മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതൊട്ടും ബോധേഡാവേണ്ട ആവശ്യമില്ല. Why are you like this, അഞ്ജലി? നിനക്ക് എങ്ങനെ ഇത്ര റൂഡായി സംസാരിക്കാൻ കഴിയുന്നേ? ഒരു സിറ്റുവേഷൻ പോലും നീ മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെയൊക്കെ തന്നെയാ.
തന്റെ സിറ്റുവേഷനും കാര്യങ്ങളും അനുസരിച്ച് പെരുമാറാൻ ഞാൻ തന്റെ ആരുമല്ല. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ നിനക്ക് പറ്റുമോ അഞ്ജലി? എന്റെ കുഞ്ഞിന്റെ അമ്മയാ നീ, എന്റെ ഭാര്യയാ നീ. അതൊന്നും നീ മറക്കണ്ട. നീ എത്ര മാച്ചാലും തേച്ചാലും അതൊന്നും മായത്തുമില്ല. നീ അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാ. പിന്നെ താൻ എവിടെയാണെങ്കിലും അവിടെ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുവരാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, അതിനുള്ള അവകാശം എനിക്കുണ്ട്. സോ മര്യാദക്ക് താൻ ഇപ്പൊ തന്നെ എൻ്റെ വീട്ടിലോട്ട് വരണം. തനിക്ക് ഓർമ്മയില്ലേ എൻ്റെ വീട്? ഇല്ലെങ്കിൽ ഞാൻ ലൊക്കേഷൻ വിട്ടുതരാം. എന്തായാലും താൻ ഇപ്പൊ തന്നെ ഇവിടെ എത്തിയിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. ദേ പിന്നെ വിത്തിൻ ഹവർ താൻ ഇവിടെ എത്തിയില്ലെങ്കിൽ തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുവരും ഞാൻ. അത് എവിടെ ചെന്നിട്ടാണെങ്കിലും. പറഞ്ഞില്ലെന്ന് വേണ്ട, നിനക്കെൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ല അഞ്ജു. താൻ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഏയ്, ഞാൻ എൻ്റെ അഞ്ജുവിനെ ഭീഷണിപ്പെടുത്തോ? എൻ്റെ ഭാര്യക്ക് കുറച്ച് അനുസരണക്കേട് കൂടുതലാ. സോ അനുസരിപ്പിക്കാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടാട്ടോ. സോ ഇങ്ങോട്ട് നല്ല കുട്ടിയായി വരുന്നതാണ് നിനക്ക് നല്ലത്. പിന്നെ നിന്റെ പാരൻസിനെ എങ്ങനെ ഇവിടെ എത്തിക്കണമെന്ന് എനിക്കറിയാം. അവരെ ഞാൻ കണ്ടോളാം. നീ ബുദ്ധിമുട്ടണ്ട. താൻ പറഞ്ഞതൊന്നും ഞാൻ അനുസരിക്കുന്നു താൻ സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞതൊക്കെ താൻ അനുസരിക്കില്ല എന്നുള്ളത് തൻ്റെ തോന്നലാ അഞ്ജു. ഞാൻ പറഞ്ഞതൊക്കെ നീ അനുസരിക്കും. അനുസരിച്ചില്ലെങ്കിൽ താൻ താലി ഊരി വെച്ച് കല്യാണം ബാക്ക് ഓഫ് ചെയ്ത് പോയിക്കോ. ഐ ഡോണ്ട് കെയർ. ബട്ട് കുഞ്ഞിനെ എനിക്കങ്ങ് തന്നേക്ക്. ഓക്കെ? ഇനി നിനക്ക് തീരുമാനിക്കാം ഇങ്ങോട്ട് വരണോ വേണ്ടയോന്ന്. യെസ് മീ. പറ്റില്ലെങ്കിൽ ആ കഴുത്തിൽ കിടക്കണ താലി ഊരി വെച്ച് കൊച്ചിനെ പ്രസവിച്ചാൽ തന്നിട്ട് പോടി. താൻ എന്താ വിചാരിച്ച ഞാൻ കൊച്ചിനെ പ്രസവിക്കുന്നത് തനിക്ക് തരാനല്ല. ഹലോ ഹലോ ഷിറ്റ്, കട്ടാക്കിയോ? റാസ്കൽ, ഇഡിയറ്റ്. എന്താ അഞ്ജു, നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെട്ടിരിക്കുന്നേ? ആരാ വിളിച്ചേ? അതും അവനാ വിളിച്ചേ. എന്നോട് അവന്റെ വീട്ടിലോട്ട് ചെല്ലാൻ. അവന്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് എന്നെ കാണണം പോലും. എനിക്ക് വയ്യ അങ്ങോട്ട് പോവാൻ. അതിന് നീ എന്തിനെങ്ങനെ ദേഷ്യം കാണിക്കുന്ന അഞ്ജു? പിന്നെ പിന്നെ ഞാൻ എന്ത് വേണം? അവൻ ചെല്ലാൻ പറയുന്നിടത്തൊക്കെ ഞാൻ പോണു. അഞ്ജു, അവന്റെ വീട്ടുകാരൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. പാവങ്ങളാ. അവൻ ഈ കാര്യം വീട്ടിൽ പറഞ്ഞു കാണും. അപ്പോ അവർക്ക് എന്തായാലും നിന്നെ കാണേണ്ടി വരുമല്ലോ. അതുകൊണ്ടായിരിക്കും. നീ അവന്റെ സിറ്റുവേഷൻ കൂടി മനസ്സിലാക്ക്. എല്ലാവർക്കും അവന്റെ സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കണം. എന്റെ സിറ്റുവേഷൻ ആരും മനസ്സിലാക്കുന്നില്ല. അഞ്ജു, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യല്ല. കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാ. അവന്റെ ഫാമിലിയോട് അവനെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് അവർക്ക് നിന്നെ കാണേണ്ടി വരും. അവരൊക്കെ ഓൾഡ് ചിന്താഗതിയുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛനെയും അമ്മയെ പോലെ ഒന്നും അല്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. ഇനി പോണോ പോവാതോ നിന്റെ ഇഷ്ടം. ഓക്കെ, ഞാൻ പോവാം. പക്ഷേ പ്രീതി, നീ എൻ്റെ കൂടെ വരണം. ഞാനോ? അതിൻ്റെ ആവശ്യമുണ്ടോ? വരണം. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. ഓക്കെ, ഞാൻ വരാം. എന്നാൽ നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഫുഡ് അടിച്ചാലോ? എന്നിട്ട് നേരെ പോവാം. റോസേ, നീ ഇവിടെ നോക്കിക്കോണം കേട്ടല്ലോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ വാ, പോവാം. ഹരി, കണ്ണൻ എവിടെ? പോയിട്ടിപ്പം മണിക്കൂറൊന്നായല്ലോ. അവരെ കൊണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ. അവന്റെ പൊടി പോലും ഇല്ല. ഞാനിപ്പോ വിളിച്ചിരുന്നു അമ്മ. അവരിപ്പോ ഇങ്ങ് എത്തും. അല്ല, ആ കൊച്ചിന്റെ കുടുംബക്കാരെ പറ്റി നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല അമ്മ, ഞാൻ ആ കുട്ടീനെ പോലും കണ്ടിട്ടില്ല. അവനിങ്ങനെ ഒരു ഇഷ്ടമുണ്ട് വീട്ടിൽ പറയണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കത്ര മാത്രമേ അറിയത്തുള്ളൂ. ഏതായാലും വരട്ടെ. ഇന്നിപ്പോ എല്ലാവരെയും കണ്ടു പരിചയപ്പെടാലോ. അപ്പച്ചി, എന്നെ മനസ്സിലായോ? എന്റെ ദൈവമേ, ആരാ ഇത്? പ്രീതി മോളോ? മോളെന്താ ഇവിടെ? അതോ, ഞാനൊരാളെ കൊണ്ട് വന്നതാ. മുത്തശ്ശിക്ക് എന്നെ മനസ്സിലായോ? പിന്നെ ആകാശ് മോന്റെ എനിക്കറിയാം. കല്യാണത്തിന് വന്നിരുന്നല്ലോ. അല്ല, മോളെ കൂടെ ആരാ വന്നിട്ടുള്ളേ? നിങ്ങളിപ്പോ കാത്തിരിക്കുന്ന ആളെന്നെയാ എന്റെ കൂടെ വന്നിട്ടുള്ളേ. ആള് മടിച്ചിട്ട് അകത്തോട്ട് കയറിയിട്ടില്ല. ഞാൻ വിളിച്ചോണ്ട് വരാം. അവളിങ്ങോട്ട് വരുന്നുണ്ടല്ലോ.
ഇതാരാ മോളെ? ആരാന്നോ? ഇതാണ് നമ്മുടെ കണ്ണന്റെ. ഈശ്വര, ഇതാണോ എൻ്റെ കണ്ണന്റെ പെണ്ണ്? ആണോ മോളെ? മോളുടെ പേരെന്താ? അഞ്ജലി. ആ, അവൻ പറഞ്ഞിരുന്നല്ലോ, ഞാനതൊക്കെ വിട്ടുപോയി. മോള് സുന്ദരിയാണല്ലോ. സത്യം പറയാലോ, അവൻ മോളെ പറ്റി ഇവിടെ പറഞ്ഞപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സുന്ദരി കോതയായിരിക്കും അവൻ്റെ പെണ്ണെന്ന്. എനിക്ക് നല്ല ഇഷ്ടമായി നിന്നെ. എൻ്റെ പൊന്ന ലക്ഷ്മി, നീ ഒന്ന് മാറിയെന്നേ. ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ എൻ്റെ കൊച്ചുമോളോട്. മോളിങ്ങ് വന്നേ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞു. പാവം എൻ്റെ കൊച്ച്. ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ പിന്നാലെയാ. നമുക്കെന്തായാലും ഇത് പെട്ടെന്നങ്ങ് നടത്തണം. മോളുടെ അച്ഛനും അമ്മയും വരട്ടെ, എന്നിട്ട് സംസാരിച്ച് ഇന്ന് തന്നെ എല്ലാം ഉറപ്പിക്കാം. അല്ലേ മഹി? ഹാ അമ്മ, ഞാനിതങ്ങോട്ട് പറയാനിരിക്കായിരുന്നു എന്നല്ലേ? നിനക്കിത് തന്നെ പറയാനുള്ളൂ മഹി. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഞാനിതിലൊക്കെ എന്ത് പറയാനാ അമ്മ? അമ്മ പറഞ്ഞ അത് തന്നെയാ എല്ലതും. ഇനി നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ലക്ഷ്മി? ഇല്ലമ്മേ, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. നമുക്കിത് നടത്താം. എനിക്കും അതന്നെ താല്പര്യം. ആഹാ, കുറച്ചു മുന്നേ നീ ഇതൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നേ. എടഞ്ഞ മട്ടായിരുന്നല്ലോ ലക്ഷ്മി. ഇപ്പൊ എന്ത് പറ്റി? മോളെ കണ്ടപ്പോ അതൊക്കെ മാറിയോ? അത് പിന്നെ മോളൊന്നും വിചാരിക്കരുത്. കണ്ണനൊരു കൊച്ചിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് വല്ല തല്ലിപ്പുള്ളി കൊച്ചിനെ ആയിരിക്കുന്ന. ഇപ്പത്തെ കാലം അറിയാലോ, കള്ളും കഞ്ചാവും എല്ലാം ഉണ്ട്, പെൺപിള്ളേർക്കും ആൺപിള്ളേർക്കും ഒക്കെ. ഇപ്പൊ പേടിയായിരുന്നു അവനെ കൊച്ചിയിലോട്ട് വിടുമ്പോ തന്നെ. എനിക്ക് ആദ്യ അങ്ങനെ വല്ല കുരിക്കലും ചെന്ന് പെടുവാന്ന്. പക്ഷെ മോളെ കണ്ടപ്പോ എനിക്കതൊക്കെ മാറി. മോളെ കാണുമ്പോ തന്നെ ഒരു ദൈവാധീനമുള്ള കുട്ടികളെ പോലെയാ, പോസിറ്റീവ് എനർജി. എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. അതുകൊണ്ടാ എനിക്കിപ്പോ ഒരു പ്രശ്നമില്ലാത്ത. പിന്നെ നമ്മുടെ കണ്ണന് ചേർന്ന പെണ്ണും. ദേ അവരെത്തിയല്ലോ. അഞ്ജുവിനെ കണ്ടതും നമ്മുടെ കണ്ണൻ അവളുടെ അടുത്ത് പോയി ആരും കേൾക്കാതെ അവളോട് മാത്രമായിട്ട് പറഞ്ഞു. അപ്പോ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അനുസരിക്കാനും അറിയാം അല്ലേ? എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എന്നെ അനുസരിക്കാതിരിക്കാൻ നിനക്കാവില്ല. ഐ നോ ദാറ്റ്.